നമ്മൾ ഇതിലേക്ക് നെറ്റ്സർഫിനെ കുറിച്ച് അറിയുവാനും ജൈവ കാർഷിക മേഖലയിൽ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും ഇവിടെ എത്തിച്ചേരുന്ന ഓരോ കർഷക സുഹൃത്തുക്കളെയും ഓരോ നെറ്റ്സർഫിന്റെ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ ഒരു ജൈവ കാർഷിക മേഖലയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞൊരു 4 വർഷക്കാലമായി കേരളത്തിൽ നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കർഷകർ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ്. കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന 24ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നത്. മൈസെൽഫ് നിതീഷ് വി പി ഫ്രം കണ്ണൂർ, ചെറുപുഴ, പയ്യന്നൂർ ചെറുപുഴ എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ 4 വർഷക്കാലവും നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ കർഷകരിലേക്ക് എത്തിക്കുവാനും സാധിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ഇതിന്റെ ആഴങ്ങളിലേക്ക് ചെന്ന് ഇതിന്റെ ഗുണങ്ങൾ എങ്ങനെ ഒരു കർഷകന് ലഭിക്കാമെന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും അത് കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു. കാരണം നമുക്കറിയാം, പലതരത്തിലുള്ള വളങ്ങൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. കർഷകരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറായ ഓരോ കർഷകനും ലഭിക്കുന്ന ഗുണം എന്ന് പറയുന്നതാണ് ഇത് വിതരണം നടത്തുന്ന നമ്മളെ പോലുള്ള വ്യക്തികൾക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്. നമ്മളിപ്പോ കുറച്ച് സമയം മുന്നേ കുറച്ച് വീഡിയോസ് കണ്ടു. വീഡിയോസിൽ കണ്ടവരെല്ലാവരും കർഷകരായിരുന്നു. അവർ ഉപയോഗിച്ച് 1 വർഷം കഴിഞ്ഞുള്ള അവരുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് മുന്നിൽ ഷെയർ ചെയ്തത്. അപ്പൊ അത്തരത്തിൽ വരുന്ന 50, 60, 70 വയസ്സ് കഴിഞ്ഞ 50 വർഷത്തിലധികം കാർഷിക വൃത്തിയിൽ സേവന പാരമ്പര്യമുള്ള കർഷകർക്ക് വലിയ ഒരു ആശ്വാസം നൽകുന്ന വാർത്തയുമാണ് നമ്മുടെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ന് കർഷകരിലേക്ക് എത്തുന്നത്. ആ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ ഓരോ കർഷകരോടും പറയുന്നത്, റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ പലതരത്തിലുള്ള ഇതുവരെ എത്ര വർഷം കാർഷിക മേഖലയിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഒരേ വളങ്ങൾ ഒരേ സമയത്ത് ഉപയോഗിച്ച ഒരു വ്യക്തിയും ഉണ്ടാകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് എത്ര തോട്ടമുണ്ടെങ്കിലും അതിന്റെ ഒരു ഭാഗം നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ പറയുന്ന രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഇന്ന് നിങ്ങൾക്ക് കാർഷിക മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികളെ കുറച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെന്നതിൽ 100% ഗ്യാരണ്ടി നമുക്ക് തരാൻ വേണ്ടി സാധിക്കും. ഒരു ഭാഗത്തെങ്കിലും യൂസ് ചെയ്യുന്നതിനുണ്ട്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ തോമസ് അബ്രഹാം സാർ നമ്മളോടൊത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2-3 മീറ്റിംഗിലായി അദ്ദേഹം തുടർച്ചയായി നമ്മളോടൊത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. കാനഡയിലാണ് അദ്ദേഹം ഉള്ളത്. നിരവധി കാർഷിക മേഖലയിൽ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനെ ഇടയിലാണ് അറിയുന്നത്. കാരണം അദ്ദേഹം ഇത് ഉപയോഗിച്ച് റിസൾട്ട് വളരെ കൃത്യമായി നേടിയെടുത്ത ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള വ്യക്തികൾ ഇത് ഉപയോഗിക്കുകയും അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉൽപ്പന്നങ്ങൾ ഓരോ കർഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഒരു 3 പിക്ചർ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുകയാണ്. 3 പിക്ചർ എന്ന് പറയുമ്പോൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അന്യം നിന്ന് പോയ 3 പദാർത്ഥങ്ങളെയാണ്, 3 ഉൽപ്പന്നങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഒരു കാലത്ത് ലോകത്തിലെ 80%-ലധികം ഉപയോക്താക്കൾ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് നോക്കിയ എന്ന് പറയുന്നത്. പാവങ്ങളുടെ ബെൻസ് അല്ലെങ്കിൽ ബെൻസ് കാറിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സെറ്റിംഗ്സോട് കൂടിയാണ് അംബാസഡർ കാർ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. ലോകത്തിലെ ക്യാമറ ഫോട്ടോഗ്രാഫി രംഗത്ത് വലിയ കാൽവെപ്പുകൾ വെച്ച ഒരു കമ്പനിയാണ് കൊഡാക് എന്ന് പറയുന്നത്. ഇന്ന് ഈ 3 കമ്പനിയും നമ്മുടെ മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നോക്കിയ എന്ന് പറയുന്ന കമ്പനി ആയിക്കോട്ടെ, അത് മൈക്രോസോഫ്റ്റിന് കൊടുത്തു. അതുപോലെ അംബാസഡർ 2013 നിർത്തലാക്കി. കൊഡാക് എന്ന് പറയുന്നത് ലോകത്തിലെ 20ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ വ്യതിചലിക്കാതിരിക്കുമ്പോൾ നമ്മളും മാർക്കറ്റിൽ നിന്ന് ഔട്ടാകും എന്നതിന്റെ ചെറിയ ഉദാഹരണം നിങ്ങൾക്ക്, നിരവധിയായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാകാം, അതിൽ ചെറിയ ഉദാഹരണം മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഇന്ന് വെച്ച് നീട്ടിയത്. അവിടെയാണ് നമ്മുടെ കാർഷിക മേഖലയിലെയും പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി
നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് മാറ്റി ടെക്നോളജിക്കൽ മെത്തേഡിലേക്ക് നമ്മൾ കാർഷിക മേഖലയെ കൊണ്ടുവരുമ്പോഴാണ് അവിടെയും നമുക്ക് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് വരുന്നത്. ഒരുപക്ഷെ കണ്ണൂർ ചെറുപുഴയിലുള്ള ഞാനും കാനഡയിലിരുന്ന തോമസ് സാറും തിരുവനന്തപുരത്തുള്ള സന്തോഷ് സാറും ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ കണ്ട് സംവദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, സൂം എന്ന് പറയുന്ന ഒരു ആധുനിക ടെക്നോളജി മുന്നേ ഉണ്ടായിരുന്നെങ്കിലും കൊറോണയ്ക്ക് ശേഷം കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിയ ഒരു സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ഒരു ടെക്നോളജിയുടെ ബലത്തിലാണ്. അത്തരത്തിൽ നമ്മുടെ ടെക്നോളജി, മൊബൈൽ ആയിക്കോട്ടെ മറ്റു രീതിയിലുള്ള എല്ലാ മേഖലകളിലും ഇന്ന് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ആ ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തിലെ നമ്പർ 1 കാർഷിക രാഷ്ട്രമായി, ഉൽപാദന വിപണന കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമായി മാറുന്നത് ആ ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അത്തരത്തിൽ 365 ദിവസവും കൃഷിയോഗ്യമായ ഇന്ത്യയിൽ നമുക്ക് ആ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന, കാർഷിക മേഖലയിൽ ജൈവ കാർഷിക മേഖലയെ മേഖലയാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ടെറസിന്റെ മുകളിൽ പോലും ഏകദേശം 1 ലക്ഷത്തിലധികം വരുന്ന കൃഷി ചെയ്യുവാനും അതിലൂടെ വരുമാനങ്ങൾ ഉണ്ടാക്കുവാനും ഒരു ഇസ്രായേലുകാരന് സാധിക്കുന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്. ആ ടെക്നോളജി നമുക്ക് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്നത്. നമ്മുടെ കമ്പനിയെ കുറിച്ചൊന്ന് പരിശോധിക്കാം. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ തന്നെ 24ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ്, ബയോഫിറ്റ് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കാർഷിക മേഖലയിലേക്ക് ഉപയോഗിക്കുന്നത്. അതിൽ അജയ് ബയോടെക് എന്ന് പറയുന്ന 1990-ൽ ഇന്ത്യയിൽ സ്ഥാപിതമായ ഓർഗാനിക് കാർഷിക മേഖലയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കമ്പനിയാണ് അജയ് ബയോടെക് എന്ന് പറയുന്നത്. ഈ അജയ് ബയോടെക്കിനെ 2000-ൽ ഏറ്റെടുത്തുകൊണ്ടാണ് നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത്. അപ്പോൾ നമ്മുടെ ഓർഗാനിക് മാത്രമായി ജൈവ വളങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ അജയ് ബയോടെക് എന്ന് പറയുന്നത്. നമ്മുടെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം നിർമ്മിക്കുന്നത് അജയ് ബയോടെക് ആണ്. അതുപോലെ തന്നെ നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. നെറ്റ്സർഫ് റിസർച്ച് ലാബ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്നത്. കാരണം നമുക്കിന്ന് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ റിസർച്ച് ലാബിലൂടെ പരിശോധന കഴിഞ്ഞതിന് ശേഷം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രൊഡക്റ്റുകൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും, അത് നമ്മുടെ അലോപ്പതി മെഡിസിൻസ് ആണ്. ആ അലോപ്പതി മെഡിസിനിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളും നെറ്റ്സർഫിന്റെ റിസർച്ച് ലാബിൽ നിന്നും പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ്, റിസൾട്ട് ഉറപ്പിച്ചതിന് ശേഷമാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% ഗ്യാരണ്ടിയിൽ നമുക്കിത് ഉപയോഗിക്കുവാനും അതിന്റെ ഗുണങ്ങൾ നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ മൈലാബ് എന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 2-ഉം ഏഷ്യയിലെ നമ്പർ 1-ഉമായ ലാബാണ്. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിനെ 7000 രൂപയുണ്ടായിരുന്ന കൊറോണ ടെസ്റ്റിംഗ് കിറ്റിനെ 1000 രൂപയിലും 500 രൂപയിലേക്കും 250 രൂപയിലേക്കും സപ്പോർട്ട് ചെയ്ത അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മൈലാബ് എന്ന് പറയുന്നത്. അതുപോലെ വൂഹു എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ഗ്രിൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അതുപോലെ ഒരിടനിലക്കാരും ഇല്ലാതെ, ഒരു പരസ്യങ്ങളും ഇല്ലാതെ ജനങ്ങളിലേക്ക്, കർഷകരിലേക്ക് നേരിട്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഡിസ്കൗണ്ട് റേറ്റിൽ എത്തിക്കുന്ന നെറ്റ്സർഫിന്റെ ഡയറക്റ്റ് സെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്? ഇത് പറയാൻ വേണ്ടി കാരണമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കമ്പനിയല്ല, അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഒരു ശ്രേണിയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ക്രെഡിബിലിറ്റി നമുക്ക് ഇന്ത്യൻ ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഫോബ്സ് മീഡിയ ആയിക്കോട്ടെ, ദ ടൈംസ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, ഇന്ത്യൻ എക്സ്പ്രസ് ആയിക്കോട്ടെ, ദ ഹിന്ദു ആയിക്കോട്ടെ, മണി കൺട്രോൾ ആയിക്കോട്ടെ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായി ആയിക്കോട്ടെ, ഫസ്റ്റ് പോസ്റ്റ് ആയിക്കോട്ടെ, ഇന്ത്യയിലെ ലീഡിംഗ് ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ ജനങ്ങളിലേക്ക് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരമാണ്, ആ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ ക്രെഡിബിലിറ്റി ആണ് എന്നത് നമുക്ക് 100% ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്കറിയാം, ഇവിടെ നമ്മൾ പല കളറുകളിലുള്ള കുപ്പികളിലുള്ള വളങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഖരാവസ്ഥയിലുള്ള നമ്മുടെ വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള നമ്മുടെ വളപ്രയോഗത്തിലുള്ള ഒരു മാറ്റം,
ആ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക മേഖലയിലെ നമ്മുടെ ലേബർ കോസ്റ്റ് 25% മുതൽ 40% വരെ കുറച്ചുകൊണ്ട്, ലേബർ കോസ്റ്റ് 25% മുതൽ 40% വരെ കുറച്ചുകൊണ്ട് നമ്മുടെ വരുമാന സാധ്യത 25% മുതൽ 50% വരെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ. എങ്ങനെയാണ് നമുക്ക് 40% വരെ ലേബർ കോസ്റ്റ് കുറയ്ക്കാമെന്ന് ചോദിക്കുന്നതിന്റെ അതിന്റെ വസ്തുത എന്ന് പറയുന്നത്, നമുക്കൊരു കൈകളിൽ പിടിച്ചു പോയാൽ തന്നെ, നമുക്കൊരു കൈകളിൽ പിടിച്ചു പോയെങ്കിൽ തന്നെ നമ്മുടെ വളപ്രയോഗം ഒരു ഏക്കറിലോ 10 ഏക്കറിലോ ആയിക്കോട്ടെ, ഒരു ബോക്സുകളിൽ കൊണ്ടുപോയാൽ തന്നെ അവിടെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്ന അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. വേറെ വളപ്രയോഗങ്ങൾ ഉപയോഗിക്കാതെ മണ്ണിന്റെ ഘടനയെയും മണ്ണിന്റെ സൂക്ഷ്മജീവികളെയും മണ്ണിരകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന, അതിലുപരി നമ്മുടെ സസ്യത്തിന്റെ ആരോഗ്യ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഓർഗാനിക് ഉൽപ്പന്നങ്ങളാണ് നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ വിളകൾക്കും നമുക്ക് ഉപയോഗിക്കാം, ഭൂമിയിലുള്ള സർവ്വ വിളകൾക്കും നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന രീതിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ബയോഫിറ്റ് അഗ്രികെയർ പ്രോഡക്ട്സ് അപ്രൂവ്ഡ് ഫോർ ഓർഗാനിക് അഗ്രികൾച്ചർ. ഗ്രൂപ്പ് R&D സെന്റർ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. DSIR-ന്റെ അംഗീകാരത്തോട്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഇന്ത്യയിലെ 24ലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓർഗാനിക് അഗ്രികെയർ ബയോഫിറ്റ് പ്രോഡക്ട്സ് മാനുഫാക്ചർഡ് ബൈ അജയ് ബയോടെക്, അപ്രൂവ്ഡ് ബൈ ഇക്കോസെർട്ട് ഇൻപുട്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇക്കോസെർട്ട് ഇൻപുട്സ് എന്ന് പറയുന്നത്. ഇക്കോസെർട്ട് ഇൻപുട്സ് എന്ന് പറയുന്നത് ലോകത്തിലെ 80ലധികം രാഷ്ട്രങ്ങളുടെ ജൈവ കാർഷിക സംഘടനയുടെ ഒരു സർട്ടിഫിക്കേഷനോടുകൂടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏക കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗാനിക് രാജ്യമായ അമേരിക്കയുടെ US-ലെ ഗ്രേഡ് 1 ആയിട്ട് അംഗീകരിച്ചുകൊണ്ട് US-ൽ പോലും വിതരണം നടത്തുന്നതിന് വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളായി മാറുവാൻ നമുക്ക് സാധിച്ചത് എന്നുള്ളതാണ്. അതുപോലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രൊഡക്ട്സ് ആണ്. നാഷണൽ അവാർഡ് കിട്ടിയ കമ്പനിയാണ് നമ്മുടേത്. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. GMB സർട്ടിഫൈഡ് കമ്പനിയാണ്. 100% നാച്ചുറൽ ഹെർബൽ ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ്. ഒരു കെമിക്കലും ഇല്ല. ഒരു ജീവജാലങ്ങൾക്കോ മനുഷ്യനോ സൂക്ഷ്മാണുക്കൾക്കോ ഒരു പ്രോബ്ലവും വരുത്താത്ത രീതിയിലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇസ്രായേൽ ടെക്നോളജി ഓർഗാനിക് അഗ്രികെയർ പ്രൊഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബെസ്റ്റ് പ്രൈസ് ആണ്. കാരണം കർഷകർക്ക് ഡിസ്കൗണ്ട് റേറ്റോട് കൂടി, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ ഇന്ന് നമ്മൾ വളക്കടയിൽ നിന്ന് പല സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ MRPയും അതിന് ലോഡിംഗ് ചാർജ് അടക്കം കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നെറ്റ്സർഫിൽ നിന്നും ഒരു കർഷകന് എത്ര വരുമാനം, എത്ര ഡിസ്കൗണ്ട് ലഭിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കാർഷിക മേഖലയിലേക്ക് നോക്കുമ്പോൾ ഹൗ പ്ലാന്റ്സ് മേക്സ്, ഓരോ സസ്യവും എങ്ങനെ ഫുഡ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്സിജനിലൂടെയും കാർബൺ ഡൈ ഓക്സൈഡിലും ഷുഗറിലൂടെയും വാട്ടറിലൂടെയും മിനറൽസിലൂടെയും ലൈറ്റ് എനർജിയിലൂടെ ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്തിനുള്ള ഇമ്പോർട്ടന്റ് എലമെന്റ്സ് സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, ബയോസ്റ്റിമുലൻസ് എന്നിവയാണ്. അതുപോലെ നമ്മുടെ സസ്യങ്ങൾക്ക് നിരവധിയായിട്ടുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഘടകങ്ങളുണ്ട്. പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഉണ്ട്. അതുപോലെ വിൽട്ടിങ്, യെല്ലോയിങ് ഓഫ് പ്ലാന്റ്സ്, റൂട്ട്സ്. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് യെല്ലോയിങ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. സസ്യത്തിന്റെ മഞ്ഞളിപ്പ് എന്ന് പറയുന്നത്, കവുങ്ങ് ആയിക്കോട്ടെ തെങ്ങായിക്കോട്ടെ, മഞ്ഞളിപ്പ് വളരെയധികം ബാധിക്കുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത് ബാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മണ്ണിന്റെ ഘടനയിൽ ഉണ്ടായിരുന്ന വ്യത്യാസമാണ് ഈ അസുഖങ്ങളിലൊക്കെ സസ്യങ്ങളെ ബാധിക്കുന്നത്. ഈ നമ്മുടെ മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. ആ മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ ആയിട്ടുള്ള ലിക്വിഡ് ഫോമിലുള്ള, ദ്രാവകാവസ്ഥയിലുള്ള, ചാക്ക് കണക്കിനല്ലാതെ ദ്രാവകാവസ്ഥയിലുള്ള വളപ്രയോഗമാണ് നമ്മൾ ഓരോ കർഷകന്റെ മുന്നിലേക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഇൻസെക്ടിന്റെ, പെസ്റ്റിന്റെയും അറ്റാക്ക് ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് കാണുന്നതാണ്. വൈറസിന്റെയും ഫംഗലിന്റെയും ഡിസീസസ് കാണുന്നു. വാട്ടറിന്റെ, ഫെർട്ടിലൈസറിന്റെ ഓവർ ഡോസസ് നമുക്ക് അറിയാതെ കൃത്യമായിട്ട് ഉപയോഗിക്കാത്ത രീതിയിൽ വരുമ്പോൾ അതിലൂടെയും രോഗങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും
ഇന്ന് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഒരു സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് 3 ഘടകങ്ങളാണ്. ആ 3 ഘടകങ്ങളും കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ, ആ 3 ഘടകങ്ങളും കൃത്യമായി സസ്യത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ അത് മണ്ണിന്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നു, സസ്യത്തിന്റെ ഗ്രോത്തിൽ മാറ്റം വരുത്തുന്നു, പച്ചപ്പിലായാലും എല്ലാ ഘടകങ്ങളിലും മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് അതിലൂടെ സാധിക്കുന്നു. നമ്മളെല്ലാവരും കാർഷിക മേഖലയിൽ വളരെയധികം പ്രാവീണ്യമുള്ളവരാണ്. ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഇടുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ചോദിക്കുക, എന്താണ് അഗ്രികൾച്ചർ? എന്താണ് കൃഷി? ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആൻസേഴ്സ് നമുക്ക് വരാറുണ്ട്. കൃഷി ഉപജീവന മാർഗമാണ്. കൃഷി നമ്മുടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ മാറ്റം വരുത്തുന്നതാണ്. നമുക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി നേടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് കൃഷി. അതിലൂടെ നമുക്ക് നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി നമ്മുടെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഘടകങ്ങളിലൂടെ പോകുന്ന 4 ഘട്ടങ്ങളിലൂടെ പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് കൃഷി എന്ന് പറയാം. അത് അടിസ്ഥാനപരമായിട്ട് ആദ്യമായിട്ട് വേണ്ടതാണ് മണ്ണിന്റെ ഘടന മാറ്റം വരുത്തുക, അല്ലെങ്കിൽ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നതാണ് വിത്ത് സംസ്കരണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഫംഗസിൽ നിന്നും നമ്മുടെ വൈറസിൽ നിന്നുള്ള കീടങ്ങളിൽ നിന്നുള്ള സസ്യങ്ങളുടെ രക്ഷ നേടുക എന്ന് പറയുന്നത്. അതുപോലെ 4ാമത്തെ ഘടകം എന്ന് പറയുന്നതാണ് നമ്മുടെ കൂടുതലായിട്ടുള്ള വിളവ് നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത്. ഈ 4 ഘടകങ്ങളും കൃത്യമായിട്ട് ലഭിക്കുമ്പോഴാണ് നമുക്ക് ഒരു കാർഷിക മേഖലയിൽ സക്സസ് ആയി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ 4 ഘടകങ്ങളെയും സ്വാധീനിക്കുവാൻ വേണ്ടി സാധിക്കുന്ന തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട 3 ഘടകങ്ങളാണ്. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട 1ാമത്തെ ഘടകമാണ് പ്ലാന്റ് ന്യൂട്രിയൻസ് അഥവാ മൂലകങ്ങൾ എന്ന് പറയുന്നത്. സസ്യത്തിന് വേണ്ട മൂലകങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. സൂക്ഷ്മ മൂലകങ്ങൾ, പ്രധാന മൂലകങ്ങൾ, ഉപപ്രധാന മൂലകങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ കൊടുക്കുന്ന 3 മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, NPK, യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കാർഷിക മേഖലയിൽ പറയാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങൾ. അതുപോലെ രണ്ടാമത്തെ ഉപപ്രധാനമാണ് മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ എന്ന് പറയുന്നത്. സൂക്ഷ്മ മൂലകങ്ങളാണ് അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ, നിക്കൽ, മോളിബിഡിനം തുടങ്ങിയ 14ലധികം വരുന്ന എസെൻഷ്യൽ മൂലകങ്ങൾ അടങ്ങുമ്പോഴാണ് സസ്യത്തിന് കൃത്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുന്നത്. അതുപോലെ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസിന് നമുക്ക് ഇല്ലാതെ അതിന്റെ ആരോഗ്യസ്ഥിതിയെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അത്തരത്തിൽ വരുന്ന തികച്ചും നാനോ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നാനോ ടെക്നോളജിയാണ്. ആ നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് NPK എന്ന് പറയുന്ന ഈ 3 ബോട്ടിലുകൾ. ചാക്ക് കണക്കിന് നമ്മൾ വളപ്രയോഗം കാണിക്കാറുണ്ട്, രാസവളങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. രാസവളങ്ങൾ നമ്മൾ NPK രൂപത്തിൽ അല്ലെങ്കിൽ മിക്സഡ് രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് രാസവളം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അതായത് കൃത്രിമമായി ശ്വാസം കൊടുക്കുക എന്ന് പറയുന്നതാണ് വെന്റിലേറ്ററിൽ കിടത്തുക എന്ന് പറയുന്നത്. അതിനൊരു പരിധിയുണ്ട്. ആ വെന്റിലേറ്ററിൽ എടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരിച്ചു പോകുന്നത് പോലെ നമ്മുടെ മണ്ണിലുണ്ടാകുന്ന സൂക്ഷ്മജീവികളെയും മണ്ണിരകളെയും ചെറുപ്രാണികളെയും ഒക്കെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, കെമിക്കൽ ഉപയോഗിക്കുന്നതിലൂടെ വരുന്നു. അത് മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസം വരുത്തുന്നു, മണ്ണിരകൾ ഇല്ലാതാക്കുന്നു, അതോടൊപ്പം മണ്ണിന്റെ pH ലെവലിനെ പോലും മാറ്റം വരുത്തുന്നു. അത്തരത്തിൽ നമ്മുടെ മൂലകങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് NPK എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലും മണ്ണിലും ഇന്ന് കൃത്യമായിട്ടുള്ള അളവിൽ മൂലകങ്ങളുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ 78% നൈട്രജനാണ്. ആ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുവാനുള്ള ബാക്ടീരിയകളാണ് ഇന്ന് നമ്മുടെ മണ്ണിൽ കുറവുള്ളത്. ആ ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആ ബാക്ടീരിയകൾ ത്രൂ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ, മണ്ണിലുള്ള പൊട്ടാഷിനെ, മണ്ണിലുള്ള ഫോസ്ഫറസിനെ, മണ്ണിലുള്ള കാൽസ്യത്തെ, മണ്ണിലുള്ള മറ്റു മൂലകങ്ങളെ, അന്തരീക്ഷത്തിലുള്ള സസ്യത്തിന് ആവശ്യമായ മറ്റു മൂലകങ്ങളെ കൃത്യമായിട്ടുള്ള അളവിൽ നാച്ചുറൽ ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് NPK എന്ന് പറയുന്നത്. NPK ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml ആണ്. അസിറ്റോബാക്ടർ, ബാക്ടീരിയ അടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ NPK എന്ന് പറയുന്ന ലിക്വിഡ് ഫോമിലുള്ള ജൈവ വളം എന്ന് പറയുന്നത്. വേറെ ഒരു വളപ്രയോഗവും ഇല്ലാതെ നമുക്ക് ഇതിലൂടെ നമുക്കിതിനെ മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കും.
അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മൂലകങ്ങൾ കഴിഞ്ഞാൽ രണ്ടാമത് വേണ്ട വളപ്രയോഗം, സൂക്ഷ്മ മൂലകങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന ഷേത്ത് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. എന്താണ് ഷേത്തിന്റെ പ്രത്യേകത? ഷേത്ത് എന്ന് പറയുന്നത് തികച്ചും അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച ലോഡഡ് വിത്ത് ബയോസ്റ്റിമുലൻസിന്റെ, അതുപോലെ തന്നെ മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന, മണ്ണിന്റെ ഘടനയെ കൺട്രോൾ ചെയ്യുന്ന, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. കാരണം ഷേത്തിൽ അടങ്ങിയിരിക്കുന്നത് 5 ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി ഷേത്ത് എന്ന് പറയുന്നത്. ആ ഷേത്താണ് നമ്മുടെ മണ്ണിന്റെ ഘടനയിൽ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്നത്. ആ കുപ്പിയിലുള്ള കളറിൽ തന്നെയുണ്ട് മണ്ണിനെ കറുത്ത മണ്ണാക്കി കൂടുതൽ വളക്കൂറുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടി നെറ്റ്സർഫിന്റെ ഷേത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ മണ്ണിലെ മണ്ണിരകളുടെ സാന്നിധ്യം ഇന്ന് കുറവാണ്. നമ്മുടെ ഷേത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിരകൾക്ക് ജീവിക്കേണ്ടുന്ന ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഷേത്തിലൂടെ സാധിക്കുന്നു. മണ്ണിരകൾ ഇന്ന് മണ്ണിലുണ്ട്, അത് താഴോട്ട് സഞ്ചരിച്ച് മണ്ണിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് മണ്ണിരയുടെ പ്രത്യേകത എന്ന് ഞാൻ പറയാതെ തന്നെ ഓരോ കർഷകനും അറിയാം. താഴോട്ടും മുകളിലോട്ടും സഞ്ചരിക്കുന്ന വായു സഞ്ചാരം മണ്ണിന് കൊടുത്ത് മണ്ണിൽ കൂടുതൽ വളക്കൂർ ഉളവാക്കുന്ന ഒരു കർഷകന്റെ മിത്രമാണ് മണ്ണിര എന്ന് പറയുന്നത്. ആ മണ്ണിരകൾ ഇന്ന് കുറവായി എന്ന് പറയുമ്പോൾ മണ്ണ് മരിച്ചു എന്ന് പറയുന്നതാണ് അതിന് തുല്യം. മണ്ണ് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചതിന് തുല്യമാണ്. അത്തരത്തിൽ നമ്മുടെ മണ്ണിനെ തിരിച്ചെടുക്കുവാൻ, മനുഷ്യരെ തിരിച്ചെടുക്കുവാൻ, ഇന്നുള്ള നമ്മുടെ ആരോഗ്യസ്ഥിതിയെ മെച്ചപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ. pH ലെവൽ നമുക്കറിയാം, മണ്ണിന്റെ pH ലെവൽ 6.5 to 7.5 എന്ന രീതിയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുന്നത്. അത്തരത്തിൽ വരുമ്പോൾ മനുഷ്യന്റെ വയറിൽ വിരകൾ ഉണ്ടായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമാണ് pH ലെവൽ കൺട്രോൾ ചെയ്യാതെ നമ്മൾ വളപ്രയോഗം കൊടുക്കുക എന്ന് പറയുമ്പോൾ ദഹന പ്രക്രിയ അവിടെ നടക്കില്ല. ആ ദഹന പ്രക്രിയ നടത്തി മണ്ണിനെ വളക്കൂറുള്ളതാക്കി മണ്ണിരകളെ സ്വാധീനിച്ച് മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്ത് മണ്ണിന്റെ വളക്കൂറിനെ വളരെയധികം വ്യത്യാസപ്പെടുത്തുന്ന ഒരു ഉൽപ്പന്നമാണ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നെറ്റ്സർഫിന്റെ ലോഡഡ് വിത്ത് ബയോസ്റ്റിമുലൻസിന്റെ, അതുപോലെ തന്നെ സസ്യത്തിന്റെ ആരോഗ്യ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ NPK കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നമുക്കിനി നോക്കാം നമ്മുടെ ഷേത്ത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ಎಷ್ಟು ಉದ್ದ ಐತೆ? ಬಿಡ್ರಿ ಹಿಡಿಬೇಡ್ರಿ. നമ്മളങ്ങനെ മണ്ണിര തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ജോസഫ് മാഷന്റെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മണ്ണിരകൾ താഴെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നല്ല വലിപ്പമുള്ള പഴയ കാലത്ത് നമ്മൾ കാണുന്ന മണ്ണിരകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മണ്ണിരകൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? രാസവളം കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. വലിയ ഈ ഒരു മണ്ണിരകൾ ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ കർഷകരുടെ മിത്രമായ മണ്ണിരകൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു വർഷക്കാലമായി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു സ്ഥലത്ത് കാണാൻ വേണ്ടി സാധിച്ചതാണ്. ഇപ്പോൾ കമ്പനി പറയുന്ന നമ്മുടെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കും, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മാറ്റും എന്ന് പറയുന്നത് വളരെ കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കർഷക സുഹൃത്തുക്കളെ, നിതീഷ് തൊലത്തുവേൽ നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ പാത്രത്തിൽ കാണുന്നത് ഡോളോമേറ്റ് ഇട്ടതാണ്, രണ്ടാമത്തെ പാത്രത്തിൽ ഇടുന്നത് കുമ്മായം ഇട്ടതാണ്, മൂന്നാമത്തെ പാത്രത്തിൽ കക്കപ്പൊടി, നാലാമത്തെ പാത്രത്തിൽ നെറ്റ്സർഫിൻ്റെ വളങ്ങൾ ഉപയോഗിച്ച ഒരു 4 പാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4 പാത്രത്തിലും നമ്മൾ മണ്ണിരകളെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 4 പാത്രത്തിലും മണ്ണിരകളെ അപ്ലൈ ചെയ്തതിൽ ഏത് പാത്രത്തിലാണ് മണ്ണിരകൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ മണ്ണിരകൾ ഓൾറെഡി മരണത്തിൻ്റെ പാതയിലാണ്, പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ കുമ്മായത്തിലെ മണ്ണിരകളും പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കക്കപ്പൊടി ഇട്ട ഒരു പോട്ടിലെ മണ്ണിരകളും പിടയ്ക്കുന്നൊന്നുമില്ല, താഴോട്ട് സഞ്ചരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച മണ്ണിര ഓൾറെഡി താഴോട്ട് പോയിരിക്കുകയാണ്. അതിപ്പോൾ ഒറ്റ മണ്ണിര മാത്രമാണ് മുകളിലുള്ളത്. അത്രയും നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ വളരെ ഓർഗാനിക്കായി മണ്ണിനെ സംരക്ഷിക്കുന്നവയാണെന്നുള്ള ഒരു തിരിച്ചറിവ് കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്പെരിമെൻ്റ്.
നമ്മൾ ഇപ്പോൾ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും കാർഷിക മേഖലയിൽ കുമ്മായം ഉപയോഗിക്കുന്നവരാണ്, ഡോളോമേറ്റ് ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ ഈ കുമ്മായം അതുപോലെ തന്നെ ഡോളോമേറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മജീവികളും മണ്ണിരകളും നശിച്ചു പോകുന്നു എന്നതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ ടെസ്റ്റിങ്ങിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ്. കാരണം അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നതാണ്. അതിനെ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് എന്നത് കാൽസ്യം ഹൈഡ്രേറ്റ് ആണ്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മണ്ണിന്റെ മൂലകങ്ങളൊക്കെ നമ്മുടെ സൂക്ഷ്മജീവികളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുക. ഒരിക്കലും ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ മണ്ണിന്റെ pH ലെവലിനെയും എല്ലാ അസിഡിറ്റി എല്ലാം മാറ്റാനുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങൾ നെറ്റ്സർഫിലുണ്ട്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുമ്മായത്തിന്റെ പൈസ പോലും നിങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി, അതിൽ നിന്ന് കുറയ്ക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ രണ്ട് ഘടകങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്ന് പ്ലാന്റ് ന്യൂട്രിയൻസ്, മൂലകങ്ങൾ, അതുപോലെ തന്നെ വളപ്രയോഗത്തിന് വേണ്ടിയുള്ള ഷേർത്ത്, മൂലകങ്ങൾക്ക് വേണ്ടിയുള്ള NPK നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. സ്റ്റിം റിച്ച് എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അതായത് നമ്മുടെ സസ്യത്തിന്റെ വേര് മുതൽ സസ്യത്തിന്റെ കായയുടെ സൈസിനെ വരെ സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. ആ സ്റ്റിം റിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സസ്യത്തിന് ഇന്നുള്ളത് രണ്ട് വേരുകളാണ്. ഒന്ന് കറുത്ത വേരുകൾ, ഒന്ന് വെളുത്ത വേരുകൾ. ഈ മണ്ണിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ സ്വീകരിച്ചു കൊടുക്കുന്ന വേരുകൾ എന്ന് പറയുന്നത് വെളുത്ത വേരുകളാണ്. എന്നാൽ വെളുത്ത വേരുകൾ കുറഞ്ഞു വരുന്ന സാഹചര്യമാണുള്ളത്. ആ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, NPKയും ഷേത്തും ഉപയോഗിച്ച് മണ്ണിനെ വളക്കൂറുള്ളതാക്കുമ്പോൾ ആ വളക്കൂറിനെ വെളുത്ത വേരുകൾ പ്രോത്സാഹിപ്പിച്ച് കൃത്യമായിട്ട് സസ്യത്തിന് എത്തിച്ചു കൊടുത്ത് സസ്യത്തിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. സസ്യത്തിന്റെ കാണ്ഡത്തിന്റെ സൈസിനെ സ്വാധീനിക്കുന്നു. സസ്യത്തിന്റെ ഇലകളുടെ പച്ചപ്പിനെ, ആ കുപ്പിയിൽ തന്നെ അതിന് കളറുണ്ട്, പച്ച കളറുണ്ട്. ഇലകളുടെ പച്ചപ്പിനെ സ്വാധീനിച്ചുകൊണ്ട് ഇലകളുടെ ഫോട്ടോസിന്തസിസ് കൃത്യമായി നടത്തിക്കൊണ്ട് സസ്യത്തിന്റെ ആരോഗ്യ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിനും അതിലൂടെ വളരെ കൃത്യമായിട്ടുള്ള ഈൽഡിങ്ങിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ആഡഡ് വിത്ത് ഹൈലി പൊട്ടന്റ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റ്. ഇത് PGR ആയിട്ട് ഉപയോഗിക്കാം. വീട്ടിൽ ഇന്റീരിയർ ആയിട്ടും അതുപോലെ തന്നെ ഔട്ട്സൈഡിൽ നമ്മൾ ഇന്ന് ഗാർഡനിങ് ചെയ്യുന്ന വ്യക്തികളാണ്. നമുക്ക് വീട്ടിലുള്ളിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന അത്രയ്ക്കും ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. ഈ യുണീക്ക് റേഷ്യോ ഓഫ് ദ നാച്ചുറൽ ഫൈറ്റോ ഹോർമോൺസിന്റെ ആണ്, ഹയർ എഫിക്കസി ആൻഡ് എൻഹാൻസ്ഡ് ആക്ടിവിറ്റി ആണ്, ഇംപ്രൂവ്മെന്റ് ഓഫ് പ്ലാന്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് സ്ട്രെസ് റെസിസ്റ്റൻസ്. അതൊക്കെ അല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ സ്ട്രെസ് മനുഷ്യർക്കുള്ളത് പോലെ തന്നെ മൃഗങ്ങൾക്കും സ്ട്രെസ് വരുന്നു. ആ സ്ട്രെസ്സിനെയൊക്കെ നമുക്ക് മാറ്റം വരുന്നതിന് വേണ്ടി സ്റ്റിം റിച്ച് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. ഹയർ ഈൽഡ് ഫ്രം ബൂസ്റ്റഡ് ക്രോപ്പ് ഗ്രോത്ത് ആണ്. റൂട്ട് ടു ഫ്രൂട്ട് ഡെവലപ്മെന്റ് ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി, കൂടുതൽ ഈൽഡ് ഉണ്ടാക്കുന്നു. ഉണ്ടാവുന്ന ഈൽഡ് നമ്പർ 1 ക്വാളിറ്റിയിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷൻ ഫോർ ഫോയിലർ സ്പ്രേ ആൻഡ് ഡ്രെഞ്ചിങ്, ഇത് നമുക്ക് സ്പ്രേ ആൻഡ് ഡ്രെഞ്ചിങ് ആയിട്ട് ഉപയോഗിക്കാം. NPK ഷേത്തിന്റെ കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിനെ സ്വന്തമായി സ്പ്രേ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്ക് നോക്കാം, ഇത് കമ്പനി പറയുന്നതാണ്. ഈ സ്ക്രീനിന്റെ വലതുഭാഗത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതും ഈ സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള രണ്ടിന്റെ ഡിഫറൻസ് ആണ് നിങ്ങളുടെ കർഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഏകദേശം വിത്ത് സംസ്കരണം മുതൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. വിത്ത് സംസ്കരണം ചെയ്യുമ്പോൾ 90 മുതൽ 92% വരെ വിത്തുകൾ നമ്മുടെതിൽ മുളയ്ക്കുമ്പോൾ ഇത് ഉപയോഗിക്കാതെ ചെയ്യുന്നത് 60 to 70 മാത്രമാണ് ലഭിക്കുന്നത്. അതുപോലെ റൂട്ട് പ്രോസസ്സ് നോക്കുവാണെങ്കിൽ, ലീഫ് സ്റ്റേജിനെ നോക്കുവാണെങ്കിൽ വൈറ്റ് റൂട്ട്സ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ആ ലീഫ് സ്റ്റേജിന്റെ ലീഫ് കൂടുതലായിട്ട് ഗ്രോത്ത് ഉള്ളത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. അതിൽ വെജിറ്റേറ്റീവ് ഗ്രോത്തിന്റെ വൈറ്റ് റൂട്ട്സിന്റെയും അതുപോലെ തന്നെ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുന്നു. അതുപോലെ ഫ്ലവറിംഗ് സ്റ്റേജിൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലവർ ഉണ്ടാകുന്നു. ആ ഫ്ലവറിനെ കൊഴിഞ്ഞു പോകാതെ നോക്കുന്നു. അതോടൊപ്പം തന്നെ അതിനെ കൃത്യമായി പിടിച്ചു നിർത്തുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിം റിച്ച്. അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് കായയുടെ സൈസ് ഒരേ ക്വാളിറ്റിയിലുള്ള ബെറ്റർ ക്വാളിറ്റി ഓഫ് ഈൽഡ് നമുക്ക് ലഭിക്കുന്നു. നമ്പർ 1 ക്വാളിറ്റിയിൽ ലഭിക്കുന്നു. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന എന്റെ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോ 4 വർഷമായിട്ട് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട ഒരു ജോസാറാണ് നമ്മുടെ ഉളിക്കൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി, നമ്മുടെ ജാതിക്കയിൽ ഉണ്ടാകുന്ന ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റിയാണ് അദ്ദേഹം ഇന്ന് സെയിൽ ചെയ്യുന്നത്. ഏകദേശം 2300 രൂപേന്റെ അടുത്ത് അദ്ദേഹം ജാതിപത്രിയിൽ നേടുന്നുണ്ട്. കാരണം അത്രയ്ക്കും ക്വാളിറ്റിയിലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ, ഇത് കമ്പനി പറയുന്നതാണ്. ഇനിയിപ്പോ നമുക്ക് നോക്കാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കേരളത്തിലെ കർഷകർക്ക് കിട്ടിയ റിസൾട്ടുകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം.
2021 മുതൽ 23 വരെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഈ 2024 ജനുവരിയിൽ ഉപയോഗിച്ച ചുള്ളിക്കരയിലെ ബെന്നിസാറിന്റെ ഒരു തോട്ടമാണ് 27 മാസം പ്രായമായ കവുങ്ങുകൾ കൊലയ്ക്കുന്നതിന് വേണ്ടി, അതിലൂടെ സസ്യത്തിന്റെ ആരോഗ്യശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഇത് നമ്മുടെ പച്ചക്കറികൾ ഉണ്ടായിരുന്ന ഒരു റിസൾട്ടാണ്. പച്ചക്കറികൾ വളരെ കൃത്യമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തികച്ചും ഓർഗാനിക് ആയിട്ട് ഒരു കർഷകർക്ക് കിട്ടിയതിന്റെ ചെറിയ ഒരു ഫോട്ടോസാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പറയുന്നത്. അതുപോലെ കുരുമുളക് കൃഷിയിലുണ്ടായിരുന്ന ഒരു റിസൾട്ട് ആണിത്. ഏകദേശം 1 കിൻഡൽ കുരുമുളക് കിട്ടുന്ന ഏകദേശം 450-ലധികം വള്ളിയിൽ ഏകദേശം ഒരു 5.5 കിൻഡലിലധികം കുരുമുളക് ലഭിക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ മഞ്ഞളിപ്പിന് ഒരു ശാശ്വത പരിഹാരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നു. നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ മഞ്ഞളിപ്പ് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടി, മുറിച്ചു മാറ്റാൻ വേണ്ടി 100 തെങ്ങിൽ നിന്നും ആ തെങ്ങിൽ നിന്ന് ഈൽഡ് വർദ്ധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് കർഷകർക്ക് ആശ്വാസം നൽകുന്ന വാർത്ത നൽകുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഉൽപ്പന്നത്തിലൂടെ. അതാണ് ഇന്റീരിയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞതാണ്. ഗാർഡനിങ്ങിൽ പോലും നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് നോക്കുവാൻ വേണ്ടി സാധിക്കും. ഇത് നെൽകൃഷിയിലുണ്ടായതാണ്. നെൽകൃഷിയിലൂടെ ഉപയോഗിക്കുന്നതിലൂടെ മുകളിൽ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു ഫോട്ടോ കാണുമ്പോൾ അതിനെ കണകൂട്ടിയതും മറ്റുമൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഈ 1 വർഷമായിട്ട് NPK ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നെറ്റ്സർഫിന്റെ അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്റ്റിംറിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ആയിരിക്കുന്ന ഫലം എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ശരത്തിനാണെങ്കിൽ നീളമുണ്ട്, അതുപോലെ തന്നെ ചിമ്പുണ്ട്. പിന്നെ ചിമ്പിനെല്ലാം നല്ല രീതിയിലുള്ളതായിരിക്കുന്ന വളർച്ചയുണ്ട്. അതിൻ്റെ ഈൽഡിങ്ങിലാണെങ്കിലും എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കാരണമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അതേസമയം ഉപയോഗിക്കാത്ത ഒരു തോട്ടമാണ് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഒരേ സമയത്ത് തന്നെ വെച്ചതാണ്. എന്നാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഏലത്തിന്റെ ഒരു റിസൾട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. ഇത് ഇടുക്കി ജില്ലയിലെ രാജകുമാരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ലഭിച്ച ഒരു റിസൾട്ടാണ്. കർഷകർക്ക് നമസ്കാരം. നമ്മളിന്ന് ഉള്ളത് മലപ്പുറം ജില്ലയിലെ താനൂർ പഞ്ചായത്തിലെ മൂച്ചിക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കർഷകൻ ഷാജി സാറിന് അടുത്തല്ലേ. ഞാനൊരു തക്കാളി പറിച്ചിട്ടുണ്ട്. എന്താ ടേസ്റ്റ്! നമ്മുടെ നെറ്റ്സർഫിന്റെ NPK ക്ഷേത്ര സ്റ്റിംറിച്ച് ജൈവ വളങ്ങൾ കൊടുത്ത് വന്ന ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഇതിന്റെ ഓണർ ഷാജിയേട്ടൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വന്നിട്ട് കഴിക്കും പറഞ്ഞത് ജൈവത്തിന്റെ ഒരു ടേസ്റ്റ്, അതോടൊപ്പം തന്നെ പുളിയില്ല, അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. തക്കാളി ഇങ്ങനെ കുഞ്ഞാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇത് രണ്ടാമത്തെ വിളവെടുപ്പാണ് കേട്ടോ. ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ വിളവെടുപ്പിന്റെ തക്കാളിയാണ് ഇവിടെ നമ്മുടെ പച്ചക്കറി കൃഷിയിൽ കിട്ടിയ റിസൾട്ടാണ്. ഇതിനൊക്കെ വീഡിയോസ് യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഫുൾ വീഡിയോസ്, കർഷകരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു തേക്കാണത്. ആ തെക്ക് ഏകദേശം ഒരു 5 അടി 6 അടി വണ്ണമുള്ള ഒരു തേക്കാണത്. ആ തേക്കിന്റെ താഴെ വെച്ചിരുന്ന കവുങ്ങുകളാണ് ഈ കാണുന്നത്. ഇതും ഞാൻ സത്യത്തിൽ ഞാനത് ഉപേക്ഷിച്ച ഒരു കവുങ്ങുകളായിരുന്നു. പക്ഷേ ഈ ബാക്കി കവുങ്ങുകൾക്കും അപ്ലൈ ചെയ്ത കൂട്ടത്തിൽ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇതിനും കൂടെ അപ്ലൈ ചെയ്തു. ഈ കവുങ്ങ് വേഷം മറ്റേതിനോട് അതേപോലെ തന്നെ വളർന്നു വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കൂമ്പ്, ഈ കൂമ്പിന്റെ വണ്ണം, അതായത് ഈ വരുന്ന കൂമ്പുകളുടെ വണ്ണം നമ്മൾ സാധാരണ ഉള്ള വളം ചേർത്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു വണ്ണത്തെക്കാൾ കൂടുതലാണ് ഇതിന്റെ ഒരു കൂമ്പിന് വണ്ണം. നെറ്റ്സർഫ് ഉൽപ്പന്നങ്ങളായ സ്റ്റിംറിച്ച്, ഷേത്ത്, NPK, ഈ 5 വളങ്ങളും 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള കണക്കിന് മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ എല്ലാ വിളകൾക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒഴിച്ചതിന് ശേഷം കിട്ടിയ റിസൾട്ടാണ് ഈ തെങ്ങിന് ഇപ്പോൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ,
ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കൂമ്പ് ചീഞ്ഞ് നശിച്ചു എന്ന് കരുതിയ ഒരു തെങ്ങാണ് ഈ കാണുന്നത്. അത് ഇതായി താഴത്തെ ഈ ഇതാണ് നമ്മുടെ പഴയ തെങ്ങ്. അതിന് 2 മടൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇത് തെങ്ങ് പോയി എന്നുള്ള കണക്കൂടൽ ഞാൻ ഇതിനൊരു ലെവലസ് പോലും വെള്ളം കൊടുത്തിട്ടില്ല. ഈ കവുങ്ങ് നനയ്ക്കുന്ന കൂട്ടത്തിലാണെങ്കിലും പിന്നെ ഇതിന് ഒട്ടും വെള്ളം, കാരണം ഇത് പോയ തെങ്ങാണല്ലോ എന്നുള്ള കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ കവുങ്ങിന് നെറ്റ്സർഫിന്റെ ഇത് വളം ഒഴിച്ച കൂട്ടത്തിൽ ഞാൻ ഇതിനും കൂടെ ഒരു 2 ലിറ്റർ വളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ അതിന് താഴെ നിന്ന് വേറൊരു മുള വന്നിട്ട് ആ തെങ്ങ് രണ്ടാമത് റെഡിയായി വന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു തെങ്ങ് കൂമ്പ് ചീഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊരു മുളയായിട്ട് വന്നത് തെങ്ങ് വീണ്ടും ആകും എന്നുള്ള ഒരു അറിവ് എനിക്കില്ല. എനിക്ക് എത്രത്തോളം പറ്റാൻ എനിക്ക് ഈ മേഖലയിൽ ഇല്ലെങ്കിലും ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഓക്കെ. ഒരേ സമയം നട്ട 2 കണ്ടത്തിലെ നെൽവയലാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ സ്റ്റിംറിച്ചും അതുപോലെ തന്നെ NPKയും അതുപോലെ തന്നെ ഷേത്തും ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട്, ഇത് ഉപയോഗിക്കാതെ രാസവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് വന്ന ഒരു കണ്ടത്തിലെ റിസൾട്ട് ഇത് കർഷകർക്ക് ഇത് കാണുവാൻ വേണ്ടി സാധിക്കും. ഇനി വരുന്ന ഒരു കാർഷിക മേഖലയിലെ ഒരു മാറ്റം. ഒരേ സമയം രാസവളം മണ്ണ് പരിശോധിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് റബ്ബറിന്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ നെറ്റ്സർഫിൻ്റെ ഈ വളത്തെക്കുറിച്ച് നിതീഷ് സാറിൻ്റെയും ജോസേട്ടൻ്റെയും ഒക്കെ അറിഞ്ഞതിൻ്റെ ഫലമായി ഞാനിപ്പോൾ ആ വളമാണ് 100 മരത്തിന് ഞാൻ അപ്ലൈ ചെയ്തത്. 2 മരത്തിൻ്റെ ഇടയിൽ 2 ലിറ്റർ വീതം കഴിഞ്ഞ വർഷം 16 അത് കൂടാതെ ഒരു 3-4 കിലോ രണ്ടാം പാലായിട്ട് ചിരട്ടപ്പാലും പിന്നെ ഊട്ടുപാലും ആയിട്ട് ലഭിക്കുകയുണ്ടായി. പിന്നെ ഇലയ്ക്ക് കേടില്ല, മരുന്നടിക്കേണ്ട ആവശ്യമില്ല. റബ്ബറിന് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ ഞാൻ കവുങ്ങിന് ഉപയോഗിച്ചു. 2 വർഷമായ കവുങ്ങിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഒരു ഇതിൻ്റെ നല്ല ശക്തിയായി കയറി വരുന്നുണ്ട്. തെങ്ങിനെല്ലാം ഞാൻ അത് തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ പ്ലാവിനും ഞാനിപ്പോൾ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നെറ്റ്സർഫിൻ്റെ. എന്നെ സംബന്ധിച്ചോളം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് ഞാനിത് കണ്ടെത്തുന്നത്. അടയ്ക്കൊക്കെയാണെങ്കിൽ വലിപ്പമുണ്ട്. അടയ്ക്ക് നേരത്തെ നമ്മുടെ അടയ്ക്ക എന്ന് പറഞ്ഞാൽ പൊട്ടുന്നുണ്ടായിരുന്നു അടയ്ക്ക. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഈ ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ അടയ്ക്ക ഈ വർഷം ഒന്നും പൊട്ടി കണ്ടിട്ടില്ല. അടയ്ക്കൊക്കെയാണെങ്കിൽ വലിപ്പവും കൂടുതലുണ്ട്. മൊത്തത്തിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അടയ്ക്കൊക്കെ വലിപ്പം കുറവായിരുന്നു. ഈ പ്രാവശ്യം ഈ അടയ്ക്ക വിരിച്ചപ്പോൾ അടയ്ക്കക്കാരെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യക്കാലം അടയ്ക്കൊക്കെ വലിപ്പമുണ്ടല്ലോ എന്നിങ്ങനെ അഭിപ്രായം പറയും. അപ്പൊ ഇത് നമ്മുടെ കർഷകരുടെ ചെറിയ ചെറിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ യൂട്യൂബിൽ നെറ്റ്സർഫ് റിസൾട്ട് മലയാളം എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് വീഡിയോസ് നമുക്ക് കർഷകരുടെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത്തരത്തിലാണ് നമ്മുടെ സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങളും ഫലപ്രയോഗവും ഗ്രോത്ത് പ്രൊമോട്ടറിനും വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് NPK, ഷേത്ത്, സ്റ്റിംറിച്ച് എന്നിവ. അടുത്തതായിട്ട് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ ഗമ്മർ സ്പ്രെഡറായിട്ട് ഉപയോഗിക്കുന്ന BIO-90 എന്ന് പറയുന്ന എഫക്റ്റീവ് സിലിക്കോൺ ബേസ്ഡ് ആക്റ്റീവ് സ്പ്രെഡറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് BIO-90 എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്റ്റിംറിച്ചിന്റെ കൂട്ടത്തിൽ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യിക്കുന്നതിനും അതോടൊപ്പം തന്നെ കൂടുതൽ പച്ചപ്പിലേക്കും അതിന്റെ ഇലകളുടെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കൂടുതൽ മഴയുള്ള സമയങ്ങളിലാണ് നമുക്കിത് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ സസ്യങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന പെസ്റ്റിന്റെയിൽ നിന്നും കീടങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി കണ്ണിൽ കാണുന്ന കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയിട്ടുള്ള ഇൻടാക്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ ഇൻടാക്റ്റും 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്ന രീതിയിൽ നീം ഓയിലും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കണ്ണിൽ കാണുന്ന എല്ലാ കീടങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ബോട്ടിലുകളെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇക്കോ ഫ്രണ്ട്ലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ഇത് യാതൊരുവിധ കെമിക്കലും അടങ്ങിയതല്ല, മറിച്ച് മനുഷ്യർക്കും അതുപോലെ തന്നെ ജീവജാലങ്ങൾക്കും ഒക്കെ അത് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന വേറൊരു പ്രോബ്ലംസും ഉണ്ടാക്കാതിരിക്കാനുള്ള
ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഈ കാണുന്ന കീടങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് കാണുന്ന വൈറസിന്റെയും ഫംഗസിന്റെയും ആക്രമണങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രോബ്ലംസിൽ നിന്നും സസ്യത്തെ രക്ഷപ്പെടുത്തുകയും എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml രീതിയിൽ നമുക്കിത് സോയിൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ പോളിയർ സ്പ്രേയും നമുക്കിത് ചെയ്യാം. മഞ്ഞളിപ്പിനൊക്കെ നമുക്ക് പരിഹാരമായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് വന്ന ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. അതുപോലെ കളനാശിനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. വീടിനനുസരിച്ചാണ് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടത്. 1 ലിറ്ററിന്റെ ബോട്ടിലാണ് വരുന്നത്. 20 to 30 ml ആണ് 1 ലിറ്റർ ബോട്ടിലേക്ക് നമ്മളത് മിക്സ് ചെയ്യേണ്ടത്. ഇത്രയുമാണ് നമ്മുടെ കാർഷിക മേഖലയിലേക്ക് അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായി മണ്ണിലേക്ക് ഉതകുന്ന രീതിയിലേക്ക് ഉപയോഗിക്കണം. മണ്ണിൽ ഈർപ്പം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക. കാരണം ഇത് ജൈവാണുവളമാണ്. ആ ജൈവാണുവളത്തെ മണ്ണിലേക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ മണ്ണിൽ ഈർപ്പം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മ്, സ്പ്രെയർ, അതുപോലുള്ള സോപ്പൊടി ഉപയോഗിച്ച ബക്കറ്റ് പോലും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് വളരെയധികം കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഓരോ ക്രോപ്പിനും കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാകും എന്നത് ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. നമ്മൾ അതിനുള്ള ഗ്യാരണ്ടി നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നു. അതുകൊണ്ടാണ് 24 വർഷക്കാലമായി ഇന്ത്യയിൽ 24ലധികം സംസ്ഥാനങ്ങളിൽ ഇന്ന് വിതരണം നടത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബ് എടുത്തിട്ട് നെറ്റ്സർഫ് റിസൾട്ട് മലയാളം, നെറ്റ്സർഫ് റിസൾട്ട് കന്നഡ, തമിഴ്, ആന്ധ്ര, തെലുങ്ക് തുടങ്ങി ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി ഏത് ഭാഷകളിൽ വേണമെങ്കിലും അതിനുള്ള ഡീറ്റെയിൽസ് ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് 36ലധികം വരുന്ന വിറ്റമിൻസിന്റെയും പ്രോട്ടീൻസിന്റെയും എൻസൈംസിന്റെയും ഹെർബ്സിന്റെയും പ്രീബയോട്ടിക്സിന്റെയും പ്രോബയോട്ടിക്സിന്റെയും മിനറൽസിന്റെയും ട്രേസ് എലമെന്റ്സിന്റെയും ന്യൂട്രിയൻസിന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഓർഗാനിക് ഫീഡ് സപ്ലിമെന്റ് ആണ് CFC പ്ലസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പക്ഷി മൃഗാദികൾക്ക് കൊടുക്കുവാൻ വേണ്ടി സാധിക്കും. വിറ്റമിൻ എ, വിറ്റമിൻ D3, വിറ്റമിൻ ഇ, ശതാവരി, മേത്തി, വിധാരികൻ, അതുപോലെ കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, അയോഡിൻ, അയൺ, സിങ്ക് തുടങ്ങിയ എല്ലാ മൂലകങ്ങളുടെ അടങ്ങിയ പശുവിനൊക്കെ ആണെങ്കിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ പാലിന്റെ റീഡിങ്ങിന് വർദ്ധിപ്പിക്കുന്നതിന്, ഫാറ്റ് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചാണകത്തിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കി പശുവിന്റെ മെറ്റബോളിസം കംപ്ലീറ്റ് ആയിട്ട് മാറ്റം വരുത്തുന്ന ഒരു ഓർഗാനിക് ഫീഡ് സപ്ലിമെന്റ് 10 മുതൽ 15 ഗ്രാം വരെ കറവയുള്ള ഒരു പശുവിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള റിസൾട്ട് നമുക്ക് പാൽ ഉൽപാദനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ വലിയ വസ്തുത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഓർഗാനിക് ഫിഷ് ഫാമിംഗ് നടത്തുന്നത് കേരളത്തിലാണ്. ആ കേരളത്തിലെ ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മീനുകൾക്ക് കൊടുക്കാനുള്ള ഓർഗാനിക് ഫീഡ് സപ്ലിമെന്റ് അക്വാ ഫീഡ്, ജലം, അതായത് ജലം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അക്വാ ക്ലിയർ, അതുപോലെ തന്നെ അതിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അക്വാ കൾച്ചർ എന്നിങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ നമ്മുടെ മീനുകൾക്ക് കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന അടുത്ത ഉൽപ്പന്നമാണിത്. തീർച്ചയായിട്ടും ഇന്ന് കാർഷിക മേഖലയിൽ കർഷകർക്ക് വളരെ ആശ്വാസകരമായി മാറുന്ന തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കിയത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരിക്കൽ കൂടെ ഓരോരുത്തരോട് റിക്വസ്റ്റ് ചെയ്യാണ്, ചെറിയൊരു ഭാഗത്തെങ്കിലും നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ, കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് ലഭ്യമാകും 100% എന്ന് ഞാനിവിടെ ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തിക്കൊണ്ട് ഇന്ന് മനുഷ്യർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മറ്റു രീതിയിൽ അനുഭവിക്കുന്ന പ്രോബ്ലംസിനെ മാറ്റം വരുത്തി ആരോഗ്യസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. എന്നെ ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു 8 മിനിറ്റ് നേരം ചോദിക്കാവുന്നതാണ്. എന്തായാലും തീർച്ചയായിട്ടും കാർഷിക മേഖലയിലെ ഈ ഒരു മാറ്റം പുതു ചരിത്രം തന്നെ രചിക്കും എന്നതിൽ ഒരു സംശയവുമില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്റെ നമ്പർ ഞാൻ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ.
8547666622 8547666622. പ്രൊഡക്റ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റ് സാറേ അതൊന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ജോയ്സൺ സാർ സംസാരിക്കാൻ വേണ്ടി ഓക്കെ സാർ സംസാരിച്ചോളൂ. അതായത് ഞാന് പേര് സ്ഥലം ഒന്ന് പറഞ്ഞോളൂ സാർ, പേര് സ്ഥലം ഒന്ന് പറഞ്ഞോളൂ. ഫോൺ നമ്പർ ഒന്നുകൂടെ പറയുമോ? 75 നമ്പർ പറയട്ടെ? വേണ്ട പേര് സ്ഥലവും ഒന്ന് പറഞ്ഞാൽ മതി. പേര് ജോയ്സൺ എന്നാണ്. സ്ഥലം വരുന്നത് പ്രോപ്പർ വാഴാനിയാണ്, വാഴാനി ഡാം. വാഴാനി ജില്ല വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ഓക്കെ സാർ പറഞ്ഞോളൂ. അതായത് നമുക്ക് ഇത് ഉറപ്പാണല്ലോ അല്ലെ? 100%. ഞാൻ ഇപ്പോ നമ്മുടെ തോമസ് സാർ ഉണ്ട്, ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. അദ്ദേഹം കാനഡയിൽ നിന്നാണ് നമ്മുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാനത് കണ്ടായിരുന്നു. ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം, കാരണം അദ്ദേഹം നിരവധിയായിട്ടുള്ള അവാർഡ് ലഭിച്ച ലൈവായിട്ട് അദ്ദേഹം നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച വ്യക്തി കൂടെയാണ്. സർ തോമസ് സാർ ഒന്ന് സാറിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞോളൂ. ഇവിടെ സംസാരിക്കാൻ പറ്റിയ സ്ഥലം അല്ല, പിള്ളേരൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ സാർ. കേക്കാവോ? കേക്കാം. എനിക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളൂ. ഞാൻ 3-4 വർഷമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയാണ്. 2 വർഷം മുമ്പ് ഉപയോഗിച്ചു തുടങ്ങിയത്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയിരിക്കുന്നത്. ഞാൻ എല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മീൻ വളർത്താൻ ഉണ്ടെങ്കിൽ എനിക്ക് മീൻ വളർത്തലുണ്ട്, കോഴി ഫാം ഉണ്ട്, വെച്ചൂർ പശു ഉണ്ട്, താറാവ് കൃഷിയുണ്ട്, എല്ലാ കൃഷിയുണ്ട്, എല്ലാം മിക്സഡ് ഫാമിംഗ് ആണ്. എല്ലാത്തിനും ഉപയോഗിച്ചിട്ടുണ്ട്. കോഴി ഫാമിലൊക്കെ നമ്മുടെ CBC+ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു മകളുടെ അടുത്ത് വിസിറ്റിംഗ് വന്ന അടുത്ത മാർച്ച് ഫസ്റ്റ് വീക്കിൽ നാട്ടിൽ തിരികെത്തിയിട്ട് വീണ്ടും ഇത് റീജോയിൻ ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡക്ട്സ് എല്ലാം ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്നു. ഇരിക്കുന്നു. വേറെ വിശേഷമൊന്നുമില്ല. കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ കൂടുതൽ നാട്ടിൽ വന്നതിന് ശേഷം പറയാം. ഇപ്പോൾ നമ്പർ ഒന്ന് പറയാമോ? എന്റെ നമ്പർ അതില്ലേ, 956 70 ഞാൻ മെസ്സേജ് ഇട്ടേക്കാം, ചാറ്റിൽ ഇട്ടേക്കാം. അതിലിറങ്ങി കാണാമല്ലോ. ഓക്കെ താങ്ക് യു സർ. പിന്നെ നമ്മുടെ സാറുണ്ടല്ലോ അല്ലെ? സാറ് പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ഞാനേ എന്റെ കുറച്ച് തെങ്ങ് പട്ട ഇങ്ങനെ ചുരുങ്ങി വന്നിട്ടേ ചെറിയ പട്ടകളായിട്ട് നിക്കുക. അത് ഒന്നും പോയിട്ടില്ല. പക്ഷെ ഒരു നല്ല പോലെ കായ ഉണ്ടാവണ തെങ്ങ. അത് നമുക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റുമോ? അതൊരു 30 വർഷം പ്രായമുണ്ട്. 30 വർഷം പ്രായമുണ്ട് അല്ലേ? പക്ഷെ അതേപോലെ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത് മണ്ണിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ്. നമുക്ക് അതിനെടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ ഞാൻ അങ്ങോട്ട് ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ കൃഷിഭവനിൽ ചോദിച്ചപ്പോ അവര് പറഞ്ഞു കാറ്റുവീഴ്ചയാണ്. കാറ്റുവീഴ്ച എന്ന് പറയുമ്പോ ഈ ഓലകൾ ഇങ്ങനെ ചീന്തി വരിക, ഈർക്കിളിന്ന് ഇങ്ങനെ ചീന്തി വന്നിട്ട് പിന്നെ അത് ഇങ്ങനെ ചുരുങ്ങി ചെറുതായി വരിക പട്ടകളെ. അപ്പൊ അവര് പറഞ്ഞത് അതിന്റെ ഫോട്ടോസോ വീഡിയോസോ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തന്നോളൂ. ഓക്കെ ഞാൻ അയച്ചുതരാം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായി പറഞ്ഞുതരാം. ഓക്കെ എന്നാ ശരി കേട്ടോ. ഞാൻ മോൻ വിളിക്കുന്നുണ്ട്. എന്തായാലും സാർ ഞാൻ എന്റെ മൊബൈൽ നമ്പർ ചാറ്റിലിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ തോമസ് സാറിന്റെ മൊബൈൽ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പിലൂടെയാണ് ഇപ്പോൾ ലഭിക്കുക. ഓക്കെ, എന്റെ നമ്പർ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 8547666622 8547666622. തോമസ് സാറിന്റെ നമ്പർ 9567 082 665.
പൈസ വേണം അതല്ല ഓ പൈസ ആർക്കാണെങ്കിൽ കറക്റ്റ് കൊടുക്കണം ഹലോ 500 രൂപ കൊടുക്കണം. സാറേ ഞാന് മാറിക്കോട്ടെ. ഓ ആയിക്കോട്ടെ സാർ, തീർച്ചയായും സാറ് എന്തായാലും പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനം. സാർ ആ എന്തായാലും ആ ഫോട്ടോസ് എന്റെ വാട്സപ്പിലേക്ക് അയക്കൂ. നമ്പർ നോട്ട് ചെയ്തില്ലേ? ഉവ്വ. സാറിന്റെ തോട്ടത്തിലേക്ക് ഇന്ന് ഒരാൾ വന്നായിരുന്നു അവിടെ? സോമൻ വന്നിരുന്നു. ആ സോമൻ. ഓക്കെ സാർ ജോയിൻ ചെയ്ത് പറഞ്ഞായിരുന്നു. അപ്പൊ സോമൻ അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ തെങ്ങ് കാണിച്ചു കൊടുക്കാൻ മറന്നുപോയി. കവുങ്ങിന്റെ ഫോട്ടോസ് എനിക്ക് കിട്ടി. കവുങ്ങിന് നമുക്ക് ആദ്യം റാപ്പപ്പ് ഉപയോഗിച്ചിട്ട് 15 ദിവസത്തിന് ശേഷം നമ്മുടെ NPK ഷേത്ത് സ്റ്റിമുലിച്ച് ഉപയോഗിക്കണം. അതെല്ലേ? മഞ്ഞളിപ്പൊക്കെ 100% നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളായിരിക്കണം, മണ്ണിൽ ഈർപ്പുണ്ടായിരിക്കണം. മണ്ണ് നല്ല പോലെ നനയണതാ. അത് സോമന അറിയാം, കാരണം വെച്ചാൽ സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യണതാ. മതി. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ ഞാൻ ഇനി സോമനായിട്ട് ബന്ധപ്പെട്ടോളാം. മതി സാർ, വിളിച്ചാൽ മതി. ഓക്കെ. ശരി. ആർക്കായി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 8-9 മണിയായി. എനിവേ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഞാൻ ഓരോ കർഷകരോടും പറയുന്നത്, നിങ്ങൾ ഒരു ഭാഗത്ത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതിൽ മാത്രമാണ് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ മീറ്റിംഗ്സുകൾ നമ്മൾ വെക്കാറുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മൾ ഒരൊറ്റ പ്രൊഡക്ട്സ് മാത്രമാണ് കർഷകരിലേക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം വേറെ ഒരു പ്രൊഡക്റ്റും നമ്മൾ പറയാറില്ല, വേറൊരു വളപ്രയോഗത്തിന് ആവശ്യകത നമ്മൾ പറയാറില്ല. അത് തെങ്ങായിക്കോട്ടെ, കവുങ്ങായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, റബ്ബർ ആയിക്കോട്ടെ, ഏലമായിക്കോട്ടെ, നെല്ലായിക്കോട്ടെ, ഇന്ന് ഈ ഭൂമിയിലുള്ള സർവ്വ വിളകൾക്കും അതിന്റെ റിസൾട്ട് ലഭ്യമാക്കി കൊടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. 800 തേങ്ങ കിട്ടുന്ന ഒരു കർഷകനെ 1350 തേങ്ങയിലേക്ക് എത്തിക്കുന്നതിനും, 1 കിൻഡൽ കടക്ക കിട്ടുന്ന ഒരു വ്യക്തിയെ 1.5 കിൻഡൽ അടക്കയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ഫസ്റ്റ് ക്വാളിറ്റി കായ ലഭിക്കുന്നതിന് വേണ്ടി, ഒരു കിൻഡല് ജാതിപത്രി ലഭിക്കുന്നിടത്ത് 1.5 കിൻഡൽ ജാതിപത്രിയിലേക്ക് അദ്ദേഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി, പച്ചപ്പ് കൂടുതലായിട്ട് സസ്യത്തിന്റെ ആരോഗ്യശേഷിയെ മാറ്റി മഞ്ഞളിപ്പിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി, കൂടുതൽ പ്രതിരോധ ശേഷിയെ വീണ്ടെടുത്തുകൊണ്ട് കൂടുതൽ ഈൽഡിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, കൂടുതൽ ഏലത്തെ ലഭിക്കുന്നതിന് വേണ്ടി, ഏലം കൃഷിയിലും എല്ലാ കൃഷിയിലും ഇന്ന് പരീക്ഷിച്ച് ലഭ്യമാണ് റിസൾട്ട് എന്ന് 100% ഗ്യാരണ്ടിയിൽ നമുക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം എന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് കാർഷിക മേഖലയിൽ ഒരു 100 മേനി വിളവ് തരുവാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താം. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു.